ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കൊച്ചിയുടെ ജനകീയ ഗായകൻ എച്ച് മെഹബൂബ് വിട പറഞ്ഞിട്ട് 44 വർഷം. ജീവിതമൊരു ഗാനം, അതിമോഹന മധുപാനം, സുന്ദരാംഗിമാരെ നിങ്ങൾക്കെന്തിനാണ് നാണം. കൊച്ചിയുടെ ജനകീയ ഗായകൻ എച്ച് മെഹബൂബ് വിട പറഞ്ഞിട്ട് 44 വർഷം. കൊച്ചിക്കാർ എന്നും സ്നേഹത്തോടെ ബായി എന്ന് വിളിക്കുന്ന മെഹബൂബിന്റെ ഓർമ്മദിനത്തിൽ ഗാനാഞ്ജലി ഒരുക്കുകയാണ് നാട്. പണത്തെക്കാളും പ്രശസ്തിയെക്കാളും മെഹബൂബ് എന്ന ഗായകൻ ഇഷ്ടപ്പെട്ടിരുന്നത് കൊച്ചിക്കാരുടെ ഹൃദയത്തിലൂടെ പാടി അലയുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും തേടിയെത്തുമ്പോൾ ഓടി ഒളിക്കുന്നതായിരുന്നു ബായിയുടെ സ്വഭാവം. ഒരു മെഹഫിലിലോ കല്യാണ സദസ്സിലോ പാടുമ്പോഴുള്ള സുഖം സിനിമയിൽ പാടിയിൽ കിട്ടില്ല എന്നായിരുന്നു ബായിയുടെ രീതി. പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. കുഞ്ചാക്കോയെ പോലെയുള്ള നിർമ്മാതാക്കൾ മെഹബൂബിനെ തേടിയെത്തി കാണാനാവാതെ മടങ്ങിയ സംഭവങ്ങൾ ഏറെയാണ്. പക്ഷെ കൊച്ചിക്കാർ ബായിയെ മനം നിറയെ സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലെ പുതിയതും പഴയതുമായ തലമുറക്കാർ ബായിയോട് പുലർത്തുന്ന സ്നേഹവായ്പ് മറ്റൊരു ഗായകനും കിട്ടാതെ പോയത്. 1926 ഫോർട്ട് കൊച്ചി പട്ടാളത്ത് ജാതിക്ക വള്ളപ്പിൽ ഹുസൈൻ ഖാന്റെയും ഖാലാജാന്റെയും രണ്ടാമത്തെ മകനായി ദക്കനി മുസ്ലിം കുടുംബത്തിൽ പിറന്ന മെഹബൂബ് ഖാൻ എന്ന ബാലൻ പട്ടിണിയോട് മല്ലടിച്ചാണ് വളർന്നത്. ബാല്യത്തിൽ തന്നെ പിതാവ് മരിച്ചു. കുട്ടികളുടെ പട്ടിണി മാറ്റാൻ മാതാവ് ഖാലാജാൻ കല്യാണ വീടുകളിൽ ഡോൾ കൊട്ടിപ്പാടുമായിരുന്നു. പലപ്പോഴും കൂടെ മെഹബൂബിനെയും കൂട്ടി. ഈ യാത്ര മെഹബൂബിനെ സംഗീതത്തോട് അടുപ്പിച്ചു. പിന്നീട് ബ്രിട്ടീഷ് പട്ടാള ക്യാമ്പിൽ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടപ്പോഴാണ് പട്ടാള ബാരക്കിലെ പാട്ടുകാരനായി മാറിയത്. 1980 ചേച്ചി എന്ന സിനിമയിൽ ബായിയുടെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തെങ്കിലും 1981 ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ച ജീവിത നൗക എന്ന ചലച്ചിത്രത്തിൽ പി ലീലയോടൊപ്പം പാടിയ വരൂ നായികെ എന്ന ഗാനവും അകാലെ ആര് കൈവിടും എന്ന ഗാനവും മെഹബൂബിനെ മലയാള സിനിമാ ലോകത്ത് സുപരിചിതനാക്കി. വരൂ നായികേ വാനിൽ വരൂ നായികേ, പിന്നീട് തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് ഹിറ്റ് ഗാനങ്ങളിലൂടെ മെഹബൂബ് സംഗീത പ്രേമികളുടെ മനസ്സ് കീഴടക്കി. പണ്ട് 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 നിന്നെ കണ്ട നാളയ്യ, പാട്ടുപാടാൻ അറിയാത്ത താമരക്കിളി നീ, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. നമ്മുടെ പേര് ശങ്കരാചാര്യ, ഇന്ന് വന്ന് നമ്മുടെ പേര് ഗോപകുമാർ. പണ്ട് കണ്ട ഞാനോ പാരിന്നൊരു ഭാരം, ഇന്ന് കാണും ഞാനോ സിനിമ താരം. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല മാട. കാസാരോഗം പിടിപെട്ട് കാക്കനാടുള്ള ബന്ധുവീട്ടിൽ കഴിഞ്ഞിരുന്ന മെഹബൂബ് 1981 ഏപ്രിൽ 22 മരിച്ചു. മെഹബൂബ് കാലയവനികയിൽ മറഞ്ഞുവെങ്കിലും അദ്ദേഹം ആലപിച്ച ഗാനങ്ങൾ അനശ്വരമായി നിലകൊള്ളുന്നു. കൊച്ചിക്കാർക്ക് ബായിയോടുള്ള സ്നേഹമാകട്ടെ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. റിസർച്ച് ഡെസ്ക്, കൊച്ചി.